സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെയും വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. വേറെ ഒന്നല്ല, ഹൈദരാബാദ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ശകലം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ശബ്ദമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ്. ദൈവം അനുവദിച്ചാൽ ഇനിയും വീഡിയോസുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ആ കണ്ടവരിൽ ഒരു പത്രപ്രവർത്തകനെ കണ്ടപ്പോഴത്തേന് ചിരി വന്നു. വേറെ ആരുമല്ല, ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തകനായ അരുണൻ എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അരുണിന്റെ ഈ പത്രധർമ്മം എന്താണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. ഒന്നാമത് മാധ്യമധർമ്മം എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇപ്പൊ പോകുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ ഈ അരുണിന്റെ ഈ മാധ്യമധർമ്മം പെട്ടെന്ന് വല്ലാത്തൊരു ആവേശത്തിലൊക്കെ പുള്ളി എന്ന് പറയുമ്പോഴത്തേനും കാണുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അരുണ് ഈ ഒരു ഖുറാനായത്തൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേനും, അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാണ്, അദ്ദേഹം ഒരു ഖുറാനായത്തൊക്കെ വെച്ച് ഉദ്ധരിക്കുന്നത് അത് സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേനും ഈ പത്രധർമ്മം അല്ലെങ്കിൽ ഈ മാധ്യമധർമ്മം അരുണിന്റെ പരിസരത്തൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് തീരുമാനപ്പെടുത്തി. അതുവരെയൊക്കെ ഞാൻ താങ്കളുടെ ചർച്ചകളും മറ്റുള്ള ഇതുമെല്ലാം ഒക്കെ കാണുമായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേനും പുള്ളിയുടെ നിങ്ങളുടെ പരിസരത്തൂടെ പഞ്ചായത്തിന്റെ അടുത്തൂടെ പോലും നിങ്ങൾക്ക് ഈ പത്രധർമ്മം അല്ലെങ്കിൽ ഒരു മാധ്യമധർമ്മം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പരസ്യമായിട്ടുള്ളതും എല്ലാമായിട്ടുള്ളത് നിങ്ങൾ വിളിച്ചു പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ വാതോരാതെ എന്നൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോഴത്തേനും അതൊരു പത്രധർമ്മമാണെന്ന് എല്ലാവരും ധരിക്കുന്നു. പക്ഷെ താങ്കളുടെ ഈ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഖുറാനായത്തൊക്കെ വന്നിട്ട് നിന്ന് സംസാരിക്കുമ്പോഴത്തേനും അതിനെന്തെങ്കിലും ഒരു ആധികാരികതയൊക്കെ വേണ്ടേ? അത് വേണ്ടേ? കാരണം ഈ ജിഹാദി തീവ്രവാദികൾ ഇന്ത്യയിൽ കയറി സാധാരണരായിട്ടുള്ള മനുഷ്യരെ കൊന്നുകളഞ്ഞു. അപ്പൊ അതില് തടസ്സം ചെയ്യാൻ അതിന്റെ തടസ്സം ചെന്ന സയ്യിദ് ഹസീൻ ഹുസൈൻ എന്ന് പറയുന്ന എന്നയാളും ആ തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിൽ എന്നെ പോലുള്ള ഇന്ത്യക്കാർക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഒരു ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം ഈ തീവ്രവാദികളുടെ പ്രവർത്തനത്തിനെതിരായിട്ട് നിന്നപ്പോൾ അദ്ദേഹത്തെയും വെടിവെച്ച് കൊന്നു എന്ന് കണ്ടപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വിഷമമുണ്ട്. പക്ഷെ ചോറ് ഇവിടെയും കൂറ് അവിടെ ആയിട്ടുള്ള കള്ളന്മാരായിട്ടുള്ളവന്മാർക്ക് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ആ ഒരു വിഷമം അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ചോറ് ഇവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ കുത്തബ് മിനാർ ഞാൻ കൊണ്ടുപോകുന്നു, ചാർമിനാർ ഞാൻ കൊണ്ടുപോകുന്നു, താജ്മഹാൾ ഞാൻ കൊണ്ടുപോകുന്നു, എങ്ങോട്ടാ? പാകിസ്ഥാനിലേക്ക്. അങ്ങനൊക്കെ പറഞ്ഞു നിൽക്കുന്ന കള്ളന്മാർക്ക് ആ ഒരു വിഷമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ പോലുള്ള ഇന്ത്യക്കാർക്ക് അതൊരു വിഷമമാണ്. കാരണം ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളും ഇന്ത്യ എൻ്റെ രാജ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ ഒരു ആളായതുകൊണ്ട് എനിക്കതിൽ വിഷമമുണ്ട്. എന്നെ പോലുള്ള ഇന്ത്യക്കാർക്കും വിഷമമുണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഈ ചാനൽ ചർച്ചയിലുള്ള അരുൺ പറയുന്ന ഖുറാനായത്തും പ്രകാരമാണ് എനിക്ക് ചില കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ അരുണ് പറഞ്ഞ കള്ളത്തരം അല്ലെങ്കിൽ തക്കിയ അതൊന്ന് കേട്ട് അതിനുശേഷം നമുക്കതൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുറാൻ 5-ാം അധ്യായം സൂറത്തിൽ മായിദ 32-ാം ആയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാവും. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാവുന്നു. സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. ഈ അരുണ് പറഞ്ഞ ആയത്ത് 5:32 ആയത്തിൽ ഇങ്ങനെയാണ്: വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. ഇതാണ് അരുൺ പറഞ്ഞ, അല്ലെങ്കിൽ അരുണ് ഖുറാനിൻ്റെ അകത്ത് നിന്ന് ഉദ്ധരിച്ച തക്കിയ. അല്ലെങ്കിൽ അരുണിന് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
എന്റെ അരുൺ സാറേ, അല്ല ഇതിനൊക്കെ ഈ ദിവസക്കൂലിയാണ് അത് മാസക്കൂലിയാണ് ഇങ്ങനെ കള്ളം പറയാൻ? എന്റെ അരുൺ സാറേ, ഈ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ തക്കിയാണ്. പിന്നെ താങ്കളെ പോലുള്ളവര് ഒരുപാട് മനസ്സിണക്കപ്പെട്ടവർ എത്ര നാൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഇസ്ലാമിനെ വെള്ളപൂശുക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആയത്തുകളെ എടുത്തു വെച്ച് ഇങ്ങനെ അമ്മാനമാടിയാലും ഇസ്ലാം ഒരിക്കലും ഇനി കേരളക്കരയിൽ എയറിൽ നിന്നും താഴിലേക്ക് വരികയില്ല. അത് എയറും കഴിഞ്ഞ് സ്പേസും കഴിഞ്ഞ് അതിനപ്പുറം ഇങ്ങോട്ടേലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കുകയാണ്. ഒരു കാലത്ത് എം അക്ബർ മറ്റുള്ളവരും ഒക്കെ വിളിച്ചു പറഞ്ഞു നടന്നു, വരൂ ഞങ്ങളുമായിട്ട് സംവാദത്തിന് വരൂ. സംവാദത്തിന് വേണ്ടി ചെല്ലുമ്പോഴത്തേനും പറയും, തരൂ നിങ്ങൾ ചോദ്യങ്ങൾ ഏതൊക്കെയാ ചോദിക്കുന്നതെന്നുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ തരൂ. നിങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് തരൂ. പണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് സംവാദത്തിന് തയ്യാറാണ് എന്നൊക്കെ എം അക്ബർ ഇങ്ങനെ നിന്നുകൊണ്ടൊക്കെ പറഞ്ഞ് നിന്ന എം അക്ബർ ലാസ്റ്റ് സംവാദത്തിന് ചെല്ലുമ്പോഴത്തേനും ഉടനെ പറയും, തരൂ നിങ്ങൾ എത്ര ചോദ്യം ചോദിക്കും, ചോദ്യങ്ങളെല്ലാം ഒരാഴ്ചക്ക് മുമ്പേ എഴുതി തരിക. തരൂ നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരും അതിന്റെ ലിസ്റ്റ് തരിക. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചത് എക്സാമിന്റെ അടുത്ത് ചെല്ലുന്ന അന്നേ ദിവസമാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എഴുതി ജയിച്ചവരും പഠിച്ചവരും ഒക്കെ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ അരുണെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ അരുണെ, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി നാളെ ബൈബിളിൻ്റെ അകത്തു നാളിൽ ഒരു മുറിവാചകം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് ആ ബൈബിളിന്റെ വാക്യങ്ങൾ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഞാനും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ വരും. അത് വേറൊരു വശം. അപ്പൊ അരുണിനോട് പറയണം, അരുണെ ഇത് ഈ പകുതിക്ക് വെച്ച് പറഞ്ഞാൽ മതിയെന്ന് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞു തന്നെയാണോ? അതോ ഇനിയും വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോത്സാഹനമായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെ ചെയ്തതാണോ? കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഈ ആയത്തുകളൊക്കെ ഓതി നിന്നുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം ഇത് എന്തൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി വാദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം സ്നേഹിച്ച് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നാള് ആ തീവ്രവാദികൾ വന്ന് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ 1921 നടത്തിയ കലാപം പോലെ തന്നെ അവർ വന്നിട്ട് അള്ളാഹുവിനും മുഹമ്മദിനും ഇസ്ലാമിനും വേണ്ടി പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയും തട്ടിക്കളയും. അല്ലെന്നുണ്ടെങ്കിൽ ശഹാദത്ത് കലിമയുടെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യത്തിന്മേൽ ഒരു മാറ്റവും ഇല്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇനി അരുണ് പറഞ്ഞ ആ ഖുർആൻ ആയത്തിലേക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 5:35. അക്കാരണത്താൽ ഇസ്രയേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകിയുണ്ടായി, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ ഇസ്രായേലിയരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷവും അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അരുണെ ഖുർആൻ ആയത്തെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് താങ്കൾക്ക് ഇത് പറഞ്ഞു തന്ന ആളാരാണോ അല്ലെങ്കിൽ പറഞ്ഞവരാരെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ചില കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, അക്കാരണത്താൽ ഇസ്രയേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായതാണ്. ഇസ്രയേൽ സന്തതികൾക്കാണ്, എന്ന് വെച്ചാൽ ഇസ്രയേലായിട്ടുള്ളവർക്കാണ് അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ദൈവം വിധി കൊടുത്തെന്നാണ് ഖുർആന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതിങ്ങനെ മറ്റൊരാളെ കൊന്നതിന് പകരമായോ എന്നാണ്. പക്ഷെ അരുൺ സാറ് പറഞ്ഞത് വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ എന്നുള്ളതാണ്. ഇനി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ, അത് അരുൺ സാർ അങ്ങ് വിഴുങ്ങി. അരുൺ സാർ അതൊക്കെ അങ്ങ് വിഴുങ്ങി. ഇസ്ലാമിന്റെ എല്ലാ വിഴുങ്ങലും താങ്കളുടെ ഉള്ളിലുണ്ടെന്ന് ഇതുകൊണ്ടൊക്കെ ബോധ്യമാകുന്നുണ്ട്. പിന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഇതൊന്നും സാറ് പറഞ്ഞില്ലല്ലോ സാർ, എന്തു പറ്റി? കിട്ടിയില്ലേ? എഴുതി തന്നവരിതെല്ലാം മുക്കിയോ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേനും ഒരു ശകലം ഇതൊക്കെ വെച്ച് വേണമല്ലോ പറയാൻ. ഇനി ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകും. ഇവിടെയാണ് പ്രശ്നം. ഇത് ഇസ്രയേൽ സന്തതികളോട് പറഞ്ഞ കാര്യത്തിന്മേൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം? മുസ്ലിങ്ങൾ ഈ ആയത്ത് അനുഷ്ഠിക്കുന്നവരാണോ? ഈ ഒരാളെ കൊന്ന ഭൂമിയിലുള്ളവരും അത് ഇസ്രയേൽ സന്തതികൾക്ക് കൊടുത്തതാണ് സാറേ, അല്ലാതെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതല്ല.
ഇസ്രായേൽ സന്തതികൾക്ക് കൊടുത്ത കാര്യത്തിന്മേൽ മുസ്ലിങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. ആരാൽ? ഈ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു. ഈ തീവ്രവാദികൾ വന്നിട്ട് ചോദിച്ചെന്ത്? ശകാത്ത് കൽമ ചൊല്ലാനല്ലേ പറഞ്ഞത്? ശരിയല്ലേ? അതിനുവേണ്ടി തന്നെയാണ് മുഹമ്മദിന്റെ കാലം മുതലേ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജിഹാദിന് വേണ്ടി ആയിരിക്കണം ഓരോ മുസ്ലിമും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അത് ഇസ്ലാമിക നിയമമാണ്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. എങ്കിൽ മാത്രമേ സ്വർഗീയ ഹൂറുകളെ 10,27,000 ഹൂറുകളെ ലഭിക്കുന്നത്. 72 ഹൂറുകൾ എന്നൊക്കെ പറയുന്ന ചുമ്മാണ്. 10,27,000 ഹൂറുകളെ ഖുറാന്റെ അകത്ത് ഓരോ വാക്കിനും ഓരോ ഹൂറ് 10,27,000 വാക്കുകളുണ്ടെന്നാണ് KBM പന്താവൂര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10,27,000 ഓരോ വാക്കും ആ മനസ്സിന് അർത്ഥമായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് വായിക്കുന്ന മുസ്ലിമിന് ഖുറാന്റെ അകത്ത് ഓരോ വാക്കിനും ഓരോ ഹൂറുകളാണ്. അപ്പൊ 10,27,000 ഹൂറുകളെ ഇവർക്ക് ലഭിക്കും. അപ്പൊ അതേ മനുഷ്യൻ ഇപ്പൊ MM അക്ബറിന് 10,27,000 ഒന്നുമല്ല, 20-30 ലക്ഷത്തിന് മുകളിൽ കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹമൊക്കെ ഒരു പ്രാവശ്യമല്ലല്ലോ ഖുറാൻ വായിച്ചേക്കുന്നത്. അപ്പൊ ഇത്രയും ഹൂറുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജിഹാദ് അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം തീവ്രവാദികൾ വന്നതും അവർ ചോദിച്ചതും ഇസ്ലാമിന്റെ ചോദ്യങ്ങളാണ്. അവർ ചോദിച്ചതാണ് ഇസ്ലാമിൽ മുഹമ്മദിന്റെ കാലത്ത് മുതൽ യുദ്ധം ചെയ്തതും അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും. ഇതിനൊക്കെ തെളിവുകളുമുണ്ട്. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അത് മാത്രമല്ല ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നത്, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളതൂടെ ചേർത്തെങ്കിൽ മാത്രമേ ഓക്കെ ആകത്തുള്ളൂ. അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അബൂ ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ അരുളി, അല്ലാഹു അല്ലാതെ മറ്റു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരത് പ്രഖ്യാപിച്ചാൽ എന്നിൽ നിന്ന് അവരുടെ രക്തവും സമ്പത്തും ന്യായത്തിനൊഴികെ സുരക്ഷിതമാണ്. അവരുടെ വിചാരണ അള്ളാഹുവിന്റെ അടുത്താണ്. അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അതാണല്ലോ ഇപ്പം ഓരോ രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള നൈജീരിയ പോലുള്ള ഓരോ സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണം ഇത് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്നവര് തല പോയെന്ന് പറഞ്ഞാലും ഈ ഗോത്ര ദൈവത്തിന് വേണ്ടി നിൽക്കത്തില്ല. അരുൺ സാറും മനസ്സിലാക്കണം, നാളെ ഒരു കാലത്ത് ഇതേപോലെ വരുമല്ലോ എന്ന് അറിയത്തില്ല. 1921 ഏറ്റവും കൂടുതൽ മുസ്ലിം മാപ്പിളമാർക്കും ബ്രിട്ടീഷുകാർക്കും വേണ്ടി സന്ധി സംഭാഷണത്തിന് നിന്നിരുന്ന ഒരു മനുഷ്യനെ മാപ്പിളമാര് കയറി ചെന്നിട്ട് വെട്ടിക്കൊന്നിട്ട് തല കുന്തത്തിൽ ചേർത്ത് ആ സ്ഥലത്തൂടെ മൊത്തം നടത്തിയതാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി വേല ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? ഇനി അതുകൂടാതെ ഇപ്പൊ ഇവര് ഈ വന്നല്ലോ, തീവ്രവാദികൾ വന്നിട്ട് അവിടെ വിനോദയാത്രയ്ക്കൊക്കെ പോയ പാവപ്പെട്ടവരായിട്ടുള്ളവരോട് പറഞ്ഞ ശകാത്ത് കൽമ ചൊല്ലാൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് ചൊല്ലുക എന്നുള്ളത് അവർക്ക് അറിയാൻ വയ്യാത്ത ഒരു ചൊല്ലിയില്ല, അറിയാവുന്ന ഒരു ചൊല്ലി. ചിലവര് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതെന്താന്ന് അവർ കേട്ടിട്ട് പോലുമില്ല. അത് വേറൊരു വശം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന വേറെ ഒരു രീതിയിലും അല്ല, യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പ്രഖ്യാപിക്കപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് മുഹമ്മദ് മരിച്ചതിന് ശേഷം അബൂബക്കർ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഖലീഫയായ അബൂബക്കറിന്റെ ഉള്ളിൽ ആ യുദ്ധത്തെ പറ്റിയുള്ള ഹൃദയത്തിൻ്റെ അകത്ത് യുദ്ധത്തിനെ പറ്റിയുള്ള ആവശ്യകത മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് പോലും ഇതും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് ഹദീസ് ഇങ്ങനെയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ നിര്യാതനായതിനു ശേഷം അബൂബക്കർ ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അറബികളിൽ ധാരാളം പേർ നിഷേധത്തിലേക്ക് മാറി. അപ്പോൾ ഉമറുൽ ഖത്താബ് അബൂബക്കറിനോട് പറഞ്ഞു, നാം എങ്ങനെയാണ് ജനങ്ങളോട് യുദ്ധം ചെയ്യുക? പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അംഗീകരിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവന്റെ ജീവനും സമ്പത്തും ന്യായത്തിനൊഴികെ എന്നിൽ നിന്നും സുരക്ഷിതമാണ്. അവന്റെ വിചാരണ അള്ളാഹുവിന്റെ അടുത്താണ്.
അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവാണ് സക്കാത്തിനും നമസ്കാരത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നവരോട് ഞാൻ പോരാടുക തന്നെ ചെയ്യും. തീർച്ചയായും സക്കാത്ത് സമ്പത്തിലെ അവകാശമാണ്. അള്ളാഹുവാണ് അവർ അള്ളാഹുവിന്റെ ദൂതന് നൽകിയിരിക്കുന്നത് ഒരൊട്ടകക്കയർ ആണെങ്കിൽ പോലും എനിക്കത് നിഷേധിച്ചാൽ പോലും അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അള്ളാഹുവാണ് അവൻ അബൂബക്കറിന്റെ ഹൃദയത്തിന് യുദ്ധത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തതായി ഞാൻ കണ്ടു. അത് തന്നെയാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് അറബികൾ എന്ത് ചെയ്തു? ഇസ്ലാം വിട്ടുപോയി. ഇത് പോകുന്നത് ഈ അബൂബക്കറിനും മറ്റുള്ളവർക്കെല്ലാം നാണക്കേടായപ്പോഴത്തേന് അവിടെ വെച്ചുണ്ടായ സംഭവമാണ്. കാരണം അവർ നിഷേധത്തിലേക്ക് മാറി. പിന്നീട് ഇതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ടും ഭയപ്പെടുത്തിയൊക്കെ ഈ അറബികളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പലരും മരിച്ചു വീഴുന്നുണ്ട്. ചരിത്രങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഇവർ ഈ ചെയ്ത ഈ തീവ്രവാദികൾ വന്നിട്ടും ചെയ്തത്? അപ്പോൾ ചോദിക്കും, ശഹാദത്ത് കലിമ എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ്, ദൂതനാണ്, അല്ലെങ്കിൽ അവസാനത്തെ പ്രവാചകനാണെന്ന് ചേർത്ത് ചെല്ലുക. അതാണ് കലിമ ചൊല്ലുക എന്നുള്ളത്. ഇപ്പൊ തീവ്രവാദികളുമായിട്ടുള്ളവർ വന്നിട്ട് ഈ പറഞ്ഞത് മുഴുവനും അല്ലെങ്കിൽ ചോദിച്ചത് മുഴുവനും ശഹാദത്ത് കലിമ ചൊല്ലാനാണ്. അപ്പൊ അത് ആ കലിമ ചൊല്ലി കേൾപ്പിക്കുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതല്ല. അത് മുഹമ്മദിന്റെ കാലം മുതലേ ഈ ഒരു വിഷയത്തിന് ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ടീമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഏതിനാ? ഈ ഒരു വിഷയത്തിന്. തിർമിദിക്കകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അനസ് ബിനു മാലിക്കിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ അരുളി ചെയ്തു, അല്ലാഹു അല്ലാതെ മറ്റ് ഇലാഹില്ല, മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും നമ്മുടെ കിബ്ലയിലേക്ക് തിരിയുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ അപ്രകാരം ചെയ്യുന്ന പക്ഷം അവരുടെ സമ്പത്തും രക്തവും ന്യായമായ കാരണങ്ങൾ ഒഴികെ നമ്മളിൽ നിന്ന് സുരക്ഷിതമാണ്. മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കുകയും മുസ്ലിങ്ങളുടെ ബാധ്യതകൾ അവർക്കും ബാധകമാകുകയും ചെയ്യുന്നതാണ്. ഇങ്ങനുണ്ട്, കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത്? അല്ലാഹു അല്ലാതെ മറ്റ് ഇലാഹില്ല, മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണ്. ശഹാദത്ത് കലിമയല്ലേ ഇത്? ഇത് ചെയ്യുന്നത് വരെ, ഇത് നിർവഹിക്കുന്നത് വരെ എന്ത് ചെയ്യണം? ജനങ്ങളോട് യുദ്ധം ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് വേറെ ചില ഉപാധികളും ഉണ്ട്. നമ്മുടെ കിബിലയിലേക്ക് തിരിയണം, നാം അറുത്തത് ഭക്ഷിക്കണം. അതാണല്ലോ ചില സ്ഥലത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ഹലാൽ ഫുഡ് ആണോ ആണെങ്കിൽ മാത്രമേ അവിടുന്ന് കഴിക്കൂ. കാരണം എന്താ? ഞമ്മന്റെ ആൾക്കാർ അറുത്തത്, ഞമ്മന്റെ ആൾക്കാർ തുപ്പിയതുമായിട്ടുള്ളത് മാത്രമേ അവർക്ക് കഴിക്കാൻ പാടുള്ളൂ. അതിലേക്ക് നമ്മുടെ ആൾക്കാരും ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പോലും തുപ്പിയതാണേലും കുഴപ്പമില്ല, എന്താണേലും കുഴപ്പമില്ല, അങ്ങ് തിന്നാ മതി ബ്രദറേന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ കഴിക്കാറുമില്ല, അത് വേറെ ഒരു വശം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവര് വെച്ചിരിക്കുന്ന നിയമത്തിന്റെ വ്യവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു അല്ലാതെ മറ്റിലാഹില്ലാന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് അവന്റെ അടിമയെ റസൂലുമാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവര് അല്ലെങ്കിൽ ചെയ്യുന്നവരോട് പറയുന്നതാണ് നമ്മുടെ കിബിലയിലേക്ക് അവർ തിരിയണം. ആരാ? ഈ ജനങ്ങൾ, ചെയ്യാത്ത ജനങ്ങൾ നമ്മുടെ കിബിലയിലേക്ക് തിരിയണം, നാം അറുത്തത് ഭക്ഷിക്കണം, നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നത് വരെ. ചെയ്യാത്തവർക്കുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഏതൊക്കെ രീതിയിൽ കിബിലയിലേക്ക് തിരിക്കണം, നാം അറുത്തത് അവർ ഭക്ഷിക്കണം, നമ്മുടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നത് വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുസ്ലിം ആകുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യണം. ഇപ്പൊ അവിടെ ആ തീവ്രവാദികളായിട്ടുള്ളവർ വന്നിട്ട് പാവപ്പെട്ട മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശഹാദത്ത് കലിമ അറിയാമോ? അറിയത്തില്ല എന്ന് പറഞ്ഞ് വെടിവെച്ചു കൊന്നു. എന്നാൽ എനിക്ക് എന്താണ് അതൊന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ ഇസ്ലാം ആക്കിയാൽ. ആ തീവ്രവാദികൾക്ക് ഇതാണ് ആവശ്യവും. ഈ തീവ്രവാദികളായിട്ടുള്ളവര് ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾക്ക് ഇതല്ലാതെ മറ്റൊരു ശഹാദത്ത് കലിമയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവർ ചാറ്റ് ബോക്സിൽ എഴുതിയിടും. മുസ്ലിങ്ങളായിട്ടുള്ളവർ വന്നിട്ട് ഇനിയും പറയുമല്ലോ. തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വരുന്ന നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ, തീവ്രവാദികൾക്ക് ഈ ശഹാദത്ത് കലിമ അല്ലാതെ മറ്റൊരു ശഹാദത്ത് കലിമ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിടും.
അല്ലെങ്കിൽ ഇസ്ലാമിന് മറ്റൊരു ശകാത്ത് കൽമ ഉണ്ടെങ്കിൽ എഴുതിയിടും. ഇസ്ലാമിന് മറ്റൊരു ശകാത്ത് കൽമ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിടും. മനസ്സിലായോ? നിങ്ങൾ എഴുതിയിടാൻ താല്പര്യമുള്ളവർ തെറി ഒന്നും എഴുതിവിടരുത്. പിന്നെ ഈ തെറി പറയുന്നതുകൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ. കാരണം നിങ്ങൾ എത്രത്തോളം തെറി പറയുന്നോ എന്നെ അത്രത്തോളം മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ താടി വെക്കുന്നത്, മീശ പഠിച്ചിട്ട് താടി വെക്കുന്നത്, നരയാണിക്ക് മുകളിൽ പാൻറ് ഇടുന്നത്, ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്, തലയെക്കെട്ട് കെട്ടുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ട്. ഒരാൾ ക്ലബ് ഹൗസിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങളെ മുസ്ലിങ്ങളെ ചിരിക്കാൻ പഠിപ്പിച്ചത് മുഹമ്മദാണെന്ന്. കാരണം ചിരിക്കുന്നത്, പല്ല് തേക്കുന്നത് എന്ന് വേണ്ട എല്ലാ മുഹമ്മദാണ് നിങ്ങൾക്ക് മാതൃക. അപ്പൊ എന്നെ തെറി പറയുന്നതിനും മുഹമ്മദാണ് മാതൃക. ശരിയല്ലേ? അല്ലെങ്കിൽ എന്നെ പോലുള്ള സഹോദരന്മാരെ തെറി പറയുന്നതിനും മുഹമ്മദാണ് മാതൃക എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹു എന്തൊക്കെയാണ് മുഹമ്മദിനിലൂടെ നിങ്ങൾക്ക് ഉത്തമ മാതൃക, എന്തൊക്കെയാണ് ലോകത്തുള്ള സകല മുസ്ലിങ്ങളും നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനേക്കാൾ ധാർമ്മികത കൂടുതൽ ഉള്ളയാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ മാതാക്കളെക്കാൾ ധാർമ്മികത കൂടുതലുള്ളവരാണ് മുസ്ലിം സ്ത്രീകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഈ തീവ്രവാദികൾ വന്നിട്ട് ചോദിച്ച ശകാത്ത് കൽമ അല്ലാതെ മറ്റൊരു ശകാത്ത് കൽമ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയിടണേ. കാരണം ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് 5 കാര്യങ്ങളാണ് ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നത്. 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങള് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്നു ഉമറിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാം 5 കാര്യങ്ങളാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, സാധ്യമാകുന്നവർ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. അപ്പോൾ 5 കാര്യമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, സാധ്യമാകുന്നവർ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. കഅബാലയം അവിടെ എന്തായിരിക്കുന്നത് നമുക്കറിയാലോ, ഒരു കറുത്ത കല്ല്. അള്ളാഹുവിന്റെ വലതുകരമാണ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ വലതുകരമാണ്. അതേ തൊടുന്നവൻ അള്ളാഹുവിന്റെ വലതുകരത്തെ തൊട്ടതിന് തുല്യമാണ്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യം. ഇനി നമ്മള് ഈ ഹദീസുകൾ പരിശോധിക്കുമ്പോഴത്തേന് അതിൽ മാത്രമല്ല, ഈ ഖുറാന്റെ അകത്ത് ഈ പരലോക ജീവിതത്തിന് വേണ്ടിയാണല്ലോ 10,27,000 കൂറികളെ ലഭിക്കാൻ വേണ്ടി മദ്യപ്പുഴയിൽ പോകാനും വെള്ളിയാഴ്ച ദിവസം ചന്തയിലൂടെ നടക്കാനും ഇഞ്ചിനീര് മേടിക്കാനും മദ്യത്തിന്റെ പുഴയിലൂടെ നടക്കാൻ ചാരിയിട്ട കട്ടിലിൽ 10,27,000 കൂറുകൾ തരുണീമണികൾ. 10,27,000 എന്ന് പറയുന്നത് KBM പന്താവർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിലുള്ളതാണ്. അത്രയും കൂറുകൾക്കൊക്കെ വേണ്ടി ഇവിടെ കിടന്ന് പടവെട്ടുന്നവര് എന്തൊക്കെയാണല്ലോ ഖുറാന്റെ അകത്ത് ആയത്തില്ലാതെ ഈ പരിപാടിക്ക് നിൽക്കുകയില്ല. അത് ഖുറാന്റെ അകത്ത് ഇങ്ങനെ ഒരു ആയത്തുണ്ട്, പരലോകത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തെ വിൽക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി വധിക്കപ്പെട്ടവനും വിജയം വരിച്ചവനും നാം അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അപ്പൊ ഈ വന്ന തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വകവരുത്തിയല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് പടവെട്ടി അവൻ വധിക്കപ്പെട്ടത്. പക്ഷെ അവൻ വിജയം വരിച്ചവനാണ്. അതിമഹത്തായ പ്രതിഫലം അവന് ലഭിക്കും. 10,27,000 കൂറുകളെയാണോ അതോ അതിൽ കൂടുതലാണോ, അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്നത്. കാരണം സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ മനുഷ്യരുടെ മേൽ, മുസ്ലിങ്ങളുടെ പേരുള്ള എല്ലാ വിധികളും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പോയിരിക്കുന്ന ഇപ്പൊ ഈ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്നും കുറെ എണ്ണം തീവ്രവാദത്തിനായിട്ട് പോയിട്ടുണ്ടല്ലോ, അവരുടെ കാര്യത്തിന്മേലെല്ലാം അള്ളാഹു സ്ത്രീകൾക്ക് എന്ത് ലഭിക്കുമെന്നൊരു പിടുത്തമില്ല. പുരുഷന്മാർക്ക് 10,27,000 കൂറുകളെ അവിടെ കിട്ടും, അത് ഉറപ്പുള്ള കാര്യം. ഇനിയും ഖുറാൻ ഓരോ വാക്കും അത് ഹൃദയസ്ഥമാക്കി വായിച്ച സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ 10,27,000 കൂറുകളെ ഈ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് എന്തിനാണെന്നൊരു പിടുത്തവും ഇല്ല. പക്ഷെ ഈ 10,27,000 കൂറുകളെ പുരുഷന്മാർക്ക് കിട്ടുന്ന എന്തിനാണെന്നുള്ളത് ഹദീസുകളിലും ഇസ്ലാമിക ചരിത്ര ചില പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞാലാണ്. ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് എന്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അത് വേറൊരു വശം. ഇനി അതുകൂടാതെ അടുത്തൊരു ആയത്ത് ഇങ്ങനെയാണ്, ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ പിരടികളിൽ വെട്ടുക. അങ്ങനെ അവരെ നിങ്ങൾ അമർച്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശക്തിയായി ബന്ധിക്കുക. എന്നിട്ട് അതിനുശേഷം അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക.
യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ അത്. അതാണ് യുദ്ധത്തിന്റെ മുറ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ നേരെ അവൻ ശിക്ഷാ നടപടി സ്വീകരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കേണ്ടതിനായിട്ടാകുന്നു ഇത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാകട്ടെ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കുകയേയില്ല. അങ്ങനെയുണ്ട്. നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കേണ്ടതിനായിട്ടാകുന്നു. എന്ത്? ഈ വെട്ടും കുത്തും കൊലപാതകമല്ല. ആരുടെ നാമത്തിൽ? ഓരോ തക്ബീർ അല്ലാഹു അക്ബർ. ഈ ഒരു നാമത്തിന്റെ പേരിൽ, മുഹമ്മദിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ ലോകത്ത് മുഴുവനും വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്ത് അതിനുവേണ്ടി ദുആ ഇറക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവർക്കൊന്നും ഒരു മടിയില്ല. ജിഹാദിനെ പറ്റിയുള്ള പുസ്തകമൊക്കെ ഇവർ തന്നെ എഴുതി വിട്ടിട്ടുണ്ട്. ജിഹാദിനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഇവർ എഴുതി വിട്ടിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളൊക്കെ ശരിക്കും മുസ്ലിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പറയും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറയും. പക്ഷേ അതിന് പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളിൽ നിന്നറിയാം ഏറ്റവും വലിയ അപകടം എന്താണെന്ന്. അതേപോലെ തന്നെ ഈ ജിഹാദിന് വിവിധ ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശം ജിഹാദില് ഒരു മുജാഹിദിന് നിർബന്ധമാണ്. കാരണം ഇത് കൂടാതെ അള്ളാഹു ഒരു കർമ്മവും സ്വീകരിക്കുന്നവനല്ല. അതേസമയം വിവിധ ലക്ഷ്യങ്ങളോടുകൂടെയും ഉദ്ദേശങ്ങളോടുകൂടെയും ഒരു മുജാഹിദ് ജിഹാദ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശത്തിന് പിന്നിൽ അതിൻ്റെതായിട്ടുള്ള യുക്തികളുമുണ്ട്, വിധികളുമുണ്ട്. എൻ്റെ അരുൺ സാറ് ഇതൊന്നും അറിയാതെ സാറ് കയറി ഇടപെടല്ലേ. സാർ അത്യാവശ്യം കുറച്ചൊക്കെ പോയി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് പോവാം. അതാണ് നല്ലത്. ഈ ജിഹാദ് എന്ന് പറയുന്ന സംഭവം മുജാഹിദുകൾ അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അവരത് ഈ ലോകത്തിന്റെ അവസാനം എന്ന് വരെയുണ്ടോ അന്ന് വരെ മുഹമ്മദിന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും ഇസ്ലാം എന്ന മതത്തിന് വേണ്ടി അവർ ചെയ്യും. അതിന്റെ പ്രധാന കാരണങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജിഹാദുണ്ട്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം. കാരണം അള്ളാഹു വളരെ അധികം ശ്രേഷ്ഠമാക്കിയ ഇബാദത്താണിത്. ഇവർ അള്ളാഹു പറഞ്ഞതുകൊണ്ടും നിർബന്ധമാക്കിയതുകൊണ്ടും ജിഹാദിനെ ഇഷ്ടപ്പെടുന്നു, അതിലവർ മുഴുകുന്നു. അതിലൂടെ അവർ അള്ളാഹുവിനെ സേവിക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നു. അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചോ പരലോകത്തെ നേട്ടങ്ങളെക്കുറിച്ചോ അവർ കാര്യമാക്കുന്നില്ല. അള്ളാഹുവിന്റെ അംഗീകാരവും തൃപ്തിയും മാത്രമാണ് അവർ കാക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകൾ വളരെ കുറവാണ്. ഈ ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ജിഹാദ് വളരെ മഹത്വമേറിയതാണ്. ഏറ്റവും മഹത്വമേറിയ ആദ്യത്തെ ജിഹാദാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജിഹാദ് ചെയ്യുക. രണ്ടാമത്തെ ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിനോടുള്ള ഇഷ്ടം മൂലമുള്ള ജിഹാദ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന്റെ ഉന്നതിയിലെത്തിക്കാനും അവിശ്വാസികളുടേത് വചനങ്ങൾ തരം താഴ്ത്താനുമുള്ള ഉദ്ദേശത്തോടെ ചിലർ ജിഹാദ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വളരെ സ്വീകാര്യോഗ്യമായ ഉദ്ദേശങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വിജയം പ്രാപിക്കാൻ മതിയായതാണ് എന്നതിൽ ഒരു സംശയമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹുവിന്റെ ഉന്നതിയിലെത്തിക്കാനും അവിശ്വാസികളുടേത് വചനങ്ങൾ തരം താഴ്ത്താനുമുള്ള ഉദ്ദേശത്തോടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം അക്ബറും മറ്റുള്ളവരും ഓരോ മുസ്ലിങ്ങളും അവിശ്വാസികൾ, എന്ന് വെച്ചാൽ ഇസ്ലാം അല്ലാത്ത മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ വചനങ്ങളെ, ബൈബിളില്ലാത്ത വചനങ്ങളായിരിക്കാം, ഞാൻ ക്രിസ്തീയ വിശ്വാസിയായതുകൊണ്ട് എന്റെ കാര്യം പറഞ്ഞാൽ മതി, ബൈബിളില്ലാത്ത വചനങ്ങളെ ഏറ്റവും തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ ജിഹാദ് ചെയ്യാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതെന്താ? ഇസ്ലാമിനോടുള്ള ഇഷ്ടം മൂലമുള്ള ജിഹാദാണ് ചെയ്യുന്നത്. ഇസ്ലാമിനോട് ഇഷ്ടമുള്ള ജിഹാദ്. എന്ത്? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് ഓരോ വചനത്തെയും വെറും മോശമാക്കി സംസാരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, വെറും മോശമായിട്ട്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ഇതിൻ്റെ അകത്ത് ചാറ്റ് ബോക്സിലൊക്കെ എഴുതിയിടും, മറ്റുള്ള മതഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്ന ഒരാൾ പോലും ഇസ്ലാമിൽ കാണുകയില്ല, അങ്ങനെയുള്ളവർ മുസ്ലിങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ എം അക്ബർ മുസ്ലിം അല്ല, മുഹമ്മദ്, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്ലിമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ രാജ്യം വിട്ട് ഓടി കണ്ടം വഴി ഓടി രക്ഷപ്പെട്ട സാക്കിർ നായിക്ക് ഒന്നും മുസ്ലിങ്ങളല്ല. എന്താ? നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് പോലും മുസ്ലിം അല്ല. ബൈബിളിന് വിപരീതമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമല്ലേ കൂടെ.
അപ്പൊ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്തു? തരം താഴ്ത്തിയിട്ടില്ലേ? പക്ഷെ നിങ്ങൾ തരം താഴ്ത്തി ഇത് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇസ്ലാമിനോടുള്ള ഇഷ്ടമുള്ളതാണ്. മൂന്നാമത്തെ ഇതാണ് സ്വർഗപ്രവേശനം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ജിഹാദ്. സ്വർഗപ്രവേശനം അതിങ്ങനെയാണ്: ചില മുജാഹിദുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ജിഹാദ് ചെയ്യുന്നു. അധിക പേരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. അവർ ഇതുമൂലമുള്ള പരലോകത്തെ മഹത്തായ വിജയം പ്രതീക്ഷിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഈ ഉദ്ദേശത്തോടു കൂടി ജിഹാദ് ചെയ്യുന്നവന് ഷഹീദിന്റെ സ്ഥാനം ലഭിക്കുകയില്ല എന്ന്. എന്നാൽ ശരിയായ അഭിപ്രായം ഷഹീദിന്റെ നിലവാരത്തിലെത്താൻ ഈ ഉദ്ദേശം തന്നെ മതിയാവുന്നതാണ്. ഖുറാനിലും സുന്നത്തിലും പിന്നെ സ്വഹാബാക്കളുടെ വാദയിലും ഇത് ബലപ്പെടുത്തുന്ന അനവധി തെളിവുകളുണ്ട്. ഈ 3 തരം ഉദ്ദേശം ഇവരുടെ ഉള്ളിലുണ്ട്. ഈ സ്വർഗപ്രവേശനം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം വേറെ ഒരു പരിപാടിക്ക് ഒരു പോകത്തില്ല. ചെല്ലുക, തട്ടുക, കൊല്ലുക, മറ്റുള്ളവരെ കൊല്ലുക, ഇത് തന്നെ പരിപാടി. ഇനി ഇതിന് ഈ യാത്രയ്ക്ക് പോകുമ്പോഴത്തേന് ഈ മറ്റുള്ളവരെ കൊല്ലാനും വെട്ടാനും കുത്താനുമായിട്ട് ഈ തീവ്രവാദികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ ആ തീവ്രവാദികൾക്ക് വേണ്ടി സൈക്കിളിൽ കാറ്റടിച്ചു കൊടുത്താലും അവരുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ചെയ്യുന്ന ആളിനും അള്ളാഹു തക്ക പ്രതിഫലം കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു സുക്കൂർ അല്ലെ ഒരു ഖാദർ മുഹമ്മദ് പോക്കർ ആരും ആയിക്കോട്ടെ, ഇവരാരെങ്കിലും ഷഹീദാകാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ആ പുറപ്പെട്ടതിന് ശേഷം ഈ സുക്കൂറിന്റെ ഖാദറിന്റെ മുഹമ്മദിന്റെ പോക്കറിന്റെ ആരുടെയും ആയിക്കോട്ടെ അവരുടെ കുടുംബത്തെ വേറെ ഒരു ജബ്ബാറോ മറ്റുള്ളവരോ വന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ ആഹാര സാധനങ്ങളും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ മറ്റവന് കിട്ടുന്ന കൂലിയിൽ ഇവനും കിട്ടും. ആർക്ക്? ഈ ജബ്ബാറിനും കിട്ടും. മനസ്സിലായോ? അതാണല്ലോ അജ്മൽ കസബിനൊക്കെ വേണ്ടി ഇവിടെ ഓരോരുത്തരൊക്കെ ദുആ ഇറക്കിയത്. ആ കൂലിയുടെ കിട്ടാൻ വേണ്ടി ആയിരിക്കാം. ഇനി ഖുറാന്റെ അകത്ത് അടുത്ത ഒരു ആയത്ത് ഇങ്ങനെയാണ്: തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹുവെ വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്വർഗവാസികളാകുന്നു. തൗറാത്തിലും ഇഞ്ചിയിലും ഖുറാനിലും തന്റെ മേൽ ബാധ്യതയെ അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രയത്. അള്ളാഹുവിനേക്കാൾ അധികം തന്റെ കരാറുകൾ നിറവേറ്റുന്നവരായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ സന്തോഷം കൊള്ളുവിൻ. അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. സ്വർഗമുണ്ട്. 10,27,000 ഹൂറികളും വെള്ളിയാഴ്ച ദിവസം ചന്തയും ബാലന്മാരും രൂപങ്ങളും എന്ന് വേണ്ട തട്ടുതട്ടായിട്ട് അടുക്കിയിട്ടിരിക്കുന്ന ഇതും ഈ മജ്ജ പോലും തെളിഞ്ഞു കാണുന്ന കണങ്കാലിന്റെ മജ്ജ പോലും തെളിഞ്ഞു കാണുന്ന 70 ഉടയാട ധരിച്ചാൽ പോലും മജ്ജ പോലും തെളിഞ്ഞു കാണുന്ന ഹൂറികളുള്ള സ്വർഗമൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. ആ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യുക? ഇതിനെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരെ? മനുഷ്യരെ. ഇതിനകത്ത് പറയാ തൗറാത്തിലും ഇഞ്ചിയിലും ഖുറാനിലും തന്റെ മേൽ ബാധ്യതയെ അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്ര. എന്ത് 10,27,000 ഹൂറികളുള്ള സ്വർഗം ഉണ്ടെന്നോ? ഇഞ്ചിയിലിനകത്ത് എവിടെ എഴുതിയിരിക്കുന്നു? തോറയ്ക്കകത്ത് തൗറാത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു? ഇതുപോലെ തക്കിയ കള്ളത്തരം പറയാൻ ഇസ്ലാമല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ അരുൺ സാറ് ഇതിൻ്റെ അകത്ത് പോയി വെറുതെ തലവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനി അടുത്തൊരു ഹദീസ് ഇങ്ങനെയാണ്: അനസ് ഇബ്നു മാലിക് നിവേദനം: റസൂലും സ്വഹാബാക്കളും യുദ്ധത്തിന് പുറപ്പെടുകയും ബദറിലെത്തുകയും ചെയ്തു. ശത്രുക്കളും അവിടെ എത്തി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നിട്ടു. അപ്പോൾ റസൂൽ ആജ്ഞാപിച്ചു, എഴുന്നേറ്റ് നിൽക്കൂ, ആകാശഭൂമിയോളം വീതിയേറിയ സ്വർഗത്തിലേക്ക്. ഇത് കേട്ട ഉമേർ ഇബ്നു അമാം ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗം ആകാശഭൂമിയോളം വീതിയേറിയതാണോ? റസൂൽ പറഞ്ഞു, അതെ. ഉമേർ ബക് ബക് എന്നുരുവിട്ടു. റസൂൽ ചോദിച്ചു, നീ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു അദ്ദേഹം, അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവാണ് സത്യം. അതിലെ താമസക്കാരിൽ പെടാനുള്ള എൻ്റെ ആഗ്രഹമല്ലാതെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു, തീർച്ചയായും നീ അവരിൽ പെട്ടവൻ തന്നെ. ഉടനെ അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്ന് ഈന്തപ്പഴങ്ങൾ പുറത്തെടുത്ത് കൊണ്ട് അത് തിന്നാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു,
ഞാനിത് തിന്ന് തീരുവോളം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ നീളമേറിയ ജീവിതമാണ്. എന്നിട്ട് അദ്ദേഹം ഈന്തപ്പഴങ്ങൾ സഞ്ചിയോടെ എറിയുകയും ശത്രുപക്ഷത്തേക്ക് കുതിക്കുകയും കൊല്ലപ്പെടുന്നത് വരെ പോരാടുകയും ചെയ്തു. എന്തിനു വേണ്ടിയാ? ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള. ഈ സ്വർഗത്തിൽ എന്താ കിട്ടുന്നത്? അത് ഞാൻ പറഞ്ഞു മടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷെ ഇതൊന്നും ഇപ്പോഴും കിട്ടത്തില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന, ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന മദ്രസ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. 10-50 വയസ്സായെങ്കിലും ഇപ്പോഴും മദ്രസ കുട്ടികളാ. ഇതൊന്നും ഞങ്ങളുടെ മദ്രസയിലൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇങ്ങനൊന്നും ഞങ്ങളുടെ ഉസ്താക്കന്മാർ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ഉസ്താക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഉസ്താക്കന്മാരോട്ട് പഠിപ്പിക്കത്തതുമില്ല. കാരണം ഈ ഇരിക്കുന്ന പുസ്തകങ്ങൾ മുഴുവനും നിങ്ങളുടെ ഉസ്താക്കന്മാർ തന്നെ എഴുതി പുറത്തേക്ക് വിട്ടിരിക്കുന്നതിൽ നിന്ന് തന്നെയാണ് ഞങ്ങളിത് ഉദ്ധരിക്കുന്നത്. എന്നാലും നിങ്ങൾ പറയും അങ്ങനൊന്നും ഇല്ല എന്ന് പറയും. അതെന്താ അറിയോ? അത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ മതത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളെ മതം പഠിപ്പിച്ചാൽ നിങ്ങൾ മതം വിട്ട് പുറത്തേക്ക് ചാടിപ്പോകുന്നുള്ള കാര്യം മുസ്ലിങ്ങളായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും കാലം മുഹമ്മദിന്റെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നവർ, മുഹമ്മദ് മരിച്ചെന്നറിഞ്ഞ അറബികൾ അപ്പം തന്നെ ഈ ഇസ്ലാം വിട്ടിട്ട് പോവുമോ? അവർക്ക് ബോധ്യമായി ഇസ്ലാമിൻ്റെ അകത്തൊന്നും ഇല്ല എന്നുള്ളത്. അനേകർക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവം. പിന്നെ ഈ തീവ്രവാദികളായിട്ടുള്ളവർ പോയി മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അനേകരെ കൊന്നതുപോലാണെന്ന് അരുണ് തക്കിയടിച്ചു പറഞ്ഞല്ലോ. എൻ്റെ അരുൺ സാറേ, അങ്ങനൊന്നുമല്ല. ഹദീസുകളൊക്കെ ഉണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അവിശ്വാസിയും അവന്റെ കൊലപാതകിയും ഒരിക്കലും നരകത്തിൽ ഒരുമിക്കപ്പെടുകയില്ല. അവിശ്വാസിയായ ഒരു മനുഷ്യനെ കൊന്നല്ലോ ഈ തീവ്രവാദികൾ. ആ വിശ്വാസിയായ മനുഷ്യൻ നരകത്തിലേക്ക്, അവന്റെ കൊലപാതകിയും ഒരിക്കലും, മുസ്ലിം എന്ന് പറയുന്നത്, ഒരിക്കലും നരകത്തിൽ ഒരുമിക്കപ്പെടുകയില്ല. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം ചെയ്ത തീവ്രവാദി 10,27,000 കൂറുകളുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഈ അവിശ്വാസിയായിട്ടുള്ളവൻ നരകത്തിലേക്ക് പോകും. ഇങ്ങനുണ്ട്. അതുകൂടാതെ അനസ് ഇബ്നു മാലിക് നിവേദനം, ഹുനൈൻ ദിനത്തിൽ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു, അവിശ്വാസിയെ കൊന്നവനെ അവനെ ഒറ്റയ്ക്ക് കൊള്ളയടിക്കാം. അബൂ തൽഹ ആ ദിവസം 20 അവിശ്വാസികളെ വധിച്ചു, എല്ലാവരെയും കൊള്ളയടിച്ചു. അല്ല, ഈ പോയി യുദ്ധം ചെയ്യുന്ന എന്ത് കാര്യത്തിനാ? ഈ കൊള്ളയടിച്ച് എന്ത് കാര്യത്തിനാ? അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് റസൂലാണെന്നും പറയാത്തവരുടെ അടുത്താണ് പോയി കൊള്ളയടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഖുറൈശികളോട് പോലും മുഹമ്മദ് യുദ്ധം ചെയ്തത് ഇതിനു വേണ്ടി തന്നെയാണ്, വേറെ ഒന്നിനുമല്ല. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. കാരണം ഈ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. ഈ മനുഷ്യരെ കൊന്നു തള്ളുന്നത് മുഴുവനും അള്ളാഹു എന്ന ദൈവത്തിന് വേണ്ടി വഴിപാട് കഴിക്കുകയാണ് ഇവർ, വേറെ ഒന്നുമല്ല. പാപപ്പെട്ട മനുഷ്യരെ അള്ളാഹു ദൈവമാണെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലാന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും അല്ലെങ്കിൽ ദൂതനാണെന്നും അടിമയാണെന്നും വിശ്വസിക്കാത്തവരെ അവിടെ ഏതൊക്കെ മനുഷ്യരെ കൊല്ലുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയല്ലേ. ഇത് മുഹമ്മദ് ജനിക്കുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചു, ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന ഒരു വിചാരിക്കുന്ന നാഴിക വരുന്ന ഒരു ടീം ഉണ്ടാകും, അവരത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ ഈ അബൂബക്കറൊക്കെ പറഞ്ഞല്ലോ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ എന്ന് പറയാത്തവരോടെല്ലാം യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തില് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്യാനോ വെട്ടാനോ കുത്താനോ ഇല്ല, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, വാൾ ഉറയിലിടുക എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ആ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു സന്ദേശമുണ്ടെന്ന് അറിയാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അകത്തുള്ള വാക്യമാണ്.
യേശുക്രിസ്തു എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ചെല്ലുന്നിടത്ത് ഇത് പഠിപ്പിക്കുകയില്ലെന്നിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങളോട് സകല ജാതികളെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെ ശിഷ്യരാക്കുക, സ്നാനപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെ അതവർക്ക് ലഭിച്ചപ്പോഴത്തേനും അവർക്ക് കിട്ടിയ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വാട് പടുത്ത് കൊടുത്തില്ല, ബോംബൊക്കെ കൊടുത്തില്ല, തോക്കെടുത്ത് കൊടുത്തില്ല. എവിടെ ചെന്നെങ്കിലും ഏത് നാട്ടിലൊരു ക്രിസ്ത്യാനി, ദൈവത്തെ അറിഞ്ഞ ക്രിസ്ത്യാനി എന്ന് കഴിഞ്ഞാലും അവന് യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ്, സുവിശേഷം പറയുക എന്നുള്ളതാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ല, മറ്റൊന്നുമില്ല. നിന്റെ പാപങ്ങൾക്ക് മോചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് ഇപ്പോഴും ക്രിസ്ത്യാനികൾ കരുതുന്നത്. ആ കേൾക്കുന്നയാളിന് വേണമെങ്കിൽ അത് വിശ്വസിക്കാം, അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഇനി ഞങ്ങളത് പറയുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കാം, ഞങ്ങളെ അടിക്കാം, ഞങ്ങളെ ഇടിക്കാം, ഞങ്ങളെ എന്തും ചെയ്യാം. ഞങ്ങൾ പക്ഷെ തിരിച്ചവരെ ഒന്നും ചെയ്യുകയില്ലാന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞങ്ങളിത് സകല ജാതികളോടും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളെ ശരിക്കും ഉപദ്രവിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ ക്രിസ്തുവിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ ഞങ്ങളെ തിരിച്ചടിക്കുകയില്ല. ചാഞ്ഞു കിടക്കുന്ന മരത്തിലേക്ക് ഓടിക്കയറാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവരെ ഒന്നും തിരിച്ചു ചെയ്യത്തില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ അടിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾക്കെതിരെ ആഭിചാരം മറ്റുള്ളവർ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല, അവരുടെ കുടുംബം നശിച്ചു പോകാൻ വേണ്ടിയല്ല, അവരുടെ കുടുംബം തകർന്നു പോകാൻ വേണ്ടിയല്ല, ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രേ ഉള്ളൂ, ഞങ്ങൾ അടികൊള്ളാൻ കാരണമായത് ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ടാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സത്യസുവിശേഷം എല്ലാവരോടും പറഞ്ഞത് കൊണ്ടാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ എല്ലാവർക്കും കൊടുക്കുന്നത് കൊണ്ടാണ്. കർത്താവെ, ഈ അടിച്ച മനുഷ്യനും ഈ അടിക്കാൻ കൂടെ വന്നവരും അടിക്കാൻ വേണ്ടി കൂട്ടുനിന്ന കള്ള സഹോദരന്മാരും എല്ലാവരും ഞങ്ങളറിഞ്ഞ ക്രിസ്തുവിനെ അറിയണം, ഞങ്ങളറിഞ്ഞ യേശുവിനെ അറിയണം, ഞങ്ങളറിഞ്ഞ സത്യസുവിശേഷം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള വചനപ്രകാരം അവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനെ എല്ലാ സ്ഥലങ്ങളിലും അവരും എന്ത് ചെയ്യണം? പ്രഘോഷിക്കണം. ഇതായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന. അല്ലാതെ നിങ്ങൾ ആ തമിഴ്നാട്ടിൽ ആ പാവപ്പെട്ടവനെ രാവിലെ പോയി ചെന്ന് നിങ്ങളുടെ ദാവാപ്രവർത്തനമായിട്ട് ചെന്ന് ആ പാവപ്പെട്ടവൻ കുറെ ചോദ്യം ചോദിച്ചപ്പോഴത്തേനും ഉടനെ അവനെ പിറ്റേ ദിവസം വൈകുന്നേരത്തെ നിസ്കാരത്തിന് മുമ്പ് വെട്ടിക്കൊന്നതുപോലെ ഞങ്ങൾ ചെയ്യുകയല്ല. ഞങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, റോഡിൽ തടഞ്ഞു നിർത്തി ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ യേശുവിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനികളെ അതേപോലെ ഒത്തിരി ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്. എവിടെയേലും ഉപദ്രവിച്ചവനെ തിരിച്ചുപോയി അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ അറിഞ്ഞ രക്ഷയുടെ സന്തോഷം ആ കുടുംബം അറിയണം, ആ വ്യക്തിയും അറിയണം. പ്രാർത്ഥിച്ചതിൻ്റെ വലിയ ഫലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ അരുൺ സാറെ, ഈ തീവ്രവാദികൾ ഈ പരിപാടിയൊക്കെ ചെയ്തപ്പോഴത്തേനും ആ ഖുറാനായത്തൊന്നും ഇല്ലാതെ ആ മരിച്ചുപോയ ആ നല്ല മനുഷ്യനെ ആ നല്ല മനുഷ്യന് ഒരു സല്യൂട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇത്രയും സംസാരിക്കേണ്ടിയും വരത്തില്ലായിരുന്നു ഒരു മനുഷ്യനും. അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, മുസ്ലിങ്ങളായിട്ടുള്ളവരോടും പറയുകയാണ്, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പ്രവേശനം ലഭിക്കുകയില്ല. മുഹമ്മദ് ഇപ്പോഴും എവിടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം അന്ത്യകാഹള ഊതുന്ന സമയത്ത് മണ്ണ് മാറ്റി പുറത്തു വരാൻ വേണ്ടി കിടക്കുകയാണ് ആര്? മുഹമ്മദ്. അത് ഹദീസുകളിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുക. ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അകത്തേക്ക് ഇറക്കിയിട്ട് മുൻകറും നക്കീറും എടുത്തിട്ട് അടിക്കുന്ന പോലെ ഖബർ ദണ്ഡനോ ഖബർ ശിക്ഷയോ ഖബർ പരീക്ഷണമോ ഈ പരിപാടികളൊന്നുമില്ല. വായിലെ നാവ് കൊണ്ടുവന്നിട്ട് കാലെ മുട്ടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എത്രത്തോളം ഖബറിൻ്റെ അകത്തിട്ട് അടിച്ച് നാശമാക്കുന്നുണ്ട്. ഈ മുൻകറും നക്കീറും കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾ ഇന്ന് മരിച്ചാൽ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ പർദീസയിലാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, ഈ തീവ്രവാദികൾ ദൈവത്തിന് വേണ്ടി
ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സകല മനുഷ്യരെയും 1921 മുതൽ അല്ലെങ്കിൽ 1800 ആ കാലഘട്ടം അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാലഘട്ടം മുതൽ ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി അനേകരെ കൊന്നു തള്ളിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ കേട്ട പ്രിയജനങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, വെട്ടാൻ പറഞ്ഞിട്ടില്ല, കുത്താൻ പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ. ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ മകനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ മകളായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യപദവിയാണ്. ആ ഭാഗ്യപദവിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.